ആരോട് പറയും ഇങ്ങനെ വയറ്റിന് പോകുന്നില്ല എന്ന്? നമുക്ക് പറയാനും പറ്റില്ല, വീട്ടിലും പറയാൻ പറ്റില്ല. നമ്മൾ DXന്റെ വലിയ ആളായിട്ട് നടക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതൊന്ന് കൂട്ടിക്കഴിക്കാം. അങ്ങനെ കൂട്ടിക്കഴിക്കാൻ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് 2 ജോഡി കൂടുതൽ കഴിച്ച ഒരാളിനെ എനിക്ക് കാണാൻ പറ്റും. എല്ലാവരും 2 ജോഡി കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു. എന്തുകൊണ്ട് കഴിച്ചുകൂടാ എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാവർക്കും കഴിക്കണം. കൂടുതൽ കഴിക്കാൻ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരും കഴിച്ച് ഞാൻ കണ്ടതുമില്ല. തിരുവനന്തപുരത്ത് ഒരാളിനെ അങ്ങനെ കാണാൻ പറ്റിയില്ല. സതീഷ് സാറിനോട് ചോദിച്ചപ്പോൾ സതീഷ് സാർ പറഞ്ഞു 6 ജോഡിയൊക്കെ കഴിക്കുന്ന കേട്ടിട്ടുണ്ട്. പുള്ളി കേട്ടിട്ടേ ഉള്ളൂ, പുള്ളി കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ആകെ പ്രശ്നമായി. എനിക്കാണെങ്കിൽ ഇത് പോകുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആരോടും പറയാനൊന്നും പോയില്ല. 6 ജോഡി വെച്ച് കഴിച്ചു. ഒരു ടൈം തന്നെ ഈ 6 ജോഡി എടുത്ത് കഴിച്ചു. അപ്പോഴും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളിക്ക് മാത്രം ഇറങ്ങുന്നില്ല. ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാനത് എന്ത് ചെയ്തു, രാത്രി കൂടി വൈകുന്നേരം കൂടി 6 ജോഡി കഴിക്കാൻ തുടങ്ങി. 12 ജോഡി കഴിച്ചു. 12 ജോഡി കഴിച്ചപ്പോഴത്തേക്കും ഒരു വലിയ മാറ്റം, കുറച്ചൊക്കെ ഒന്ന് ആയിട്ട് പിന്നെ അങ്ങ് നിന്ന് പഴയതുപോലെ തന്നെ. അപ്പൊ ഞാനത് ഉച്ചയ്ക്കും കൂടി കഴിക്കാൻ തുടങ്ങി. അപ്പൊ 18 ജോഡി. ഒരു ഒറ്റ ആൾ ഇവിടെ കഴിച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. 18 ജോഡി. ഇവരോട് ആരോട് സതീഷ് സാറിനെ ഒന്നും പറയാൻ പറ്റില്ല. സതീഷ് സാർ പറയും കഴിക്കലെന്ന് പറയും വേണം. കാരണം ഇതിന് എന്താണ് ഇതിന്റെ ആക്ഷൻ എന്നറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 18 ജോഡിയും കഴിക്കാതെ അപ്പൊ എനിക്ക് പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചാൽ കൊള്ളാം. അങ്ങനെ ഞാൻ നമ്മുടെ വെള്ളായണി കാർഷിക കോളേജ് റിപ്പോർട്ടും ഒക്കെ എടുത്തിട്ട് പഠിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതിപ്പം ഇവിടെ ഒരാളിന് ചോദിക്കാനും ഇല്ല, ഞാൻ എന്ത് ചെയ്തിട്ട് എന്നുള്ള രീതിക്ക് നിൽക്കുന്നു, വെളിക്കിറങ്ങാൻ പോകുന്നുമില്ല. ഭയങ്കര